ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായി ഇറാനിൽ നിന്നുള്ള 2 വിമാനങ്ങൾ കൂടി ഡൽഹിയിൽ എത്തും. ഇറാനിലെ മഷാദിൽ നിന്നുള്ള ഒരു വിമാനം വൈകിട്ട് 4:30-നും മറ്റൊരു വിമാനം രാത്രി 11:30-നും ഡൽഹിയിലെത്തും. സംഘത്തിൽ മലയാളികളും ഉണ്ടെന്നാണ് വിവരം. ഇതുവരെ 12ഓളം മലയാളികൾ ഇറാനിലെ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. മഷാദ് വഴിയാണ് നിലവിൽ കൂടുതൽ ഇന്ത്യക്കാരെയും ഒഴിപ്പിക്കുന്നത്. ഇസ്രയേലിൽ നിന്ന് സുരക്ഷിതമായി ജോർദനിലേക്ക് ഒഴിപ്പിച്ച ഇന്ത്യക്കാരെയും നാട്ടിലെത്തിക്കും. അമ്മാനിൽ നിന്നും മുംബൈയിലേക്ക് റോയൽ ജോർദാനിയൻ എയർലൈൻസിന്റെ സഹായത്തോടെയാണ് ഇന്ത്യക്കാരെ തിരികെ എത്തിക്കുക. യുദ്ധമുഖത്ത് നിന്ന് സുരക്ഷിതമായി വീട്ടിൽ തിരിച്ചെത്തിയതിന്റെ ആശ്വാസത്തിലാണ് മലപ്പുറം പന്തല്ലൂർ സ്വദേശിനി ഫാദില കച്ചക്കാരൻ. ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായി ഇന്നലെ രാത്രി ഡൽഹിയിലെത്തിയ ഫാദില ഇന്ന് രാവിലെയാണ് സ്വന്തം വീട്ടിലെത്തിയത്. രാത്രിയിലെ സ്ഫോടന ശബ്ദങ്ങൾ ഭീതിയുണ്ടാക്കിയെന്ന് ഫാദില 24-നോട് പറഞ്ഞു. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിലായിരുന്നു ഫാദില. ബീഷ്ടി യൂണിവേഴ്സിറ്റി ഓഫ് മെഡിക്കൽ സയൻസിലെ MBBS വിദ്യാർത്ഥി. ഇസ്രായേൽ ഇറാൻ സംഘർഷം തുടങ്ങിയത് മുതൽ ഭീതിയിലായിരുന്നു. രാത്രിയിൽ സ്ഫോടന ശബ്ദം കേൾക്കാമായിരുന്നു. പിന്നീട് കെട്ടിടത്തിന്റെ ബേസ്മെന്റിൽ അഭയം തേടിയെന്നും ഫാദില 24-നോട്. രാത്രിയൊക്കെ നല്ലോണം കേൾക്കുന്നു. പിന്നെ അവർ ഞങ്ങളെ വേഗം വാശത്തേക്കൊക്കെ മാറ്റി ഞങ്ങൾ നേരം ബേസ്മെന്റ് ഒരു റൂമിലേക്ക് പോകും. എല്ലാവരും അങ്ങോട്ട് വേഗം മാറിക്കും ഞങ്ങൾ. അപ്പോൾ അവിടെ കുറച്ചെങ്കിലും സേഫ് ആക്കി വെച്ചാൽ എല്ലാവരും അടിക്കാൻ നമ്മൾ പോകല്. ഇന്ത്യൻ എംബസി കൃത്യമായ ഇടപെടൽ നടത്തി. മലയാളി വിദ്യാർത്ഥികൾ ഇനിയും ഇറാനിലുണ്ടെന്ന് ഫാദില വ്യക്തമാക്കി. ഇറാനിൽ നിന്ന് പ്രത്യേക വിമാനത്തിൽ ഡൽഹിയിലെത്തിയ ഫാദില ഇന്നാണ് വീട്ടിൽ തിരികെ എത്തിയത്. ഭീതിയൊഴിഞ്ഞു നല്ല കാലം വേഗം തിരിച്ചു വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. MBBS പഠനം പൂർത്തിയാക്കേണ്ടതുണ്ട് ഫാദിലയ്ക്ക്. 24 മലപ്പുറം.